ഉത്തരേന്ത്യയിൽ ആരും നടത്തിയിരുന്നെങ്കിൽ ആ ഉത്തരേന്ത്യയിൽ അവർക്ക് സ്വാഭാവികമായി ആ പ്രതികരണം നടത്തി വീട്ടിലേക്ക് AC കാർ കയറി സുഖമായി പോകുമായിരുന്നു. കേരളത്തിലായതുകൊണ്ടും കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന SFI കേരളത്തിലുള്ളതുകൊണ്ടും ചുട്ട മറുപടി നിങ്ങളുടെ മുന്നിൽ വെച്ചാണല്ലോ കൊടുത്തത്. എന്താ SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്? ജാതിയും മതവും വൃത്തികെട്ട നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പറഞ്ഞാൽ കാലേ വാരി കുറ്റിക്കടിക്കുന്നതാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് മീരാവണ്ണോടൊപ്പം ചേരുന്നത്. ജാതി അധിക്ഷേപം പോലുള്ള ഒരു ഗുരുതരമായ പരാതി സെനറ്റ് യോഗത്തിന് ആദ്യം വിജയകുമാരിക്കെതിരെയും പിന്നെ VC-ക്കെതിരെയും പ്രതിഷേധം. SFI പ്രതിഷേധം തുടരുകയാണ്. അതിശക്തമായ പ്രതിഷേധം സർവകലാശാല തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഘപരിവാറിനെതിരായ സമരമാണ്, ഇത് RSSനെതിരായ സമരമാണ്, ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ വൽക്കരിക്കുന്നതിനെതിരായ അതിശക്തമായ സമരമാണ്. നിങ്ങൾ നോക്കൂ, നിഷ്പക്ഷരായ ചിലർ പ്രതികരണം SFIയുടെ പല ഘട്ടങ്ങളുടെ സമരങ്ങൾ നിങ്ങൾ കേട്ടാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാമുഖ്യത്തോടെ ആ വിശേഷണങ്ങളും ആ വിശകലനമൊക്കെ കൊടുത്തവരാണ്. നിങ്ങളോട് അതിനുള്ള ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, വിമർശനം ലേശം ഇല്ലതാനും. പക്ഷേ നിങ്ങൾ ആ വിമർശകരോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കണം. രോഹിത് വെമുലയ്ക്ക് സമാനമായ ഒരു വാർത്ത കേരളത്തിലൊരു സർവകലാശാലയിൽ നിന്ന് കേൾക്കും എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു? നിഷ്കളങ്കരായ ബുദ്ധിജീവികളെ ഇതാ കേൾക്കുകയാണ്. എവിടെ? RSSകാരനായ സംഘപരിവാറുകാരനായ ഒരാൾ VC ആയിരിക്കുന്ന, അയാൾ നിയമിച്ച സംഘപരിവാറുകാരിയായ ഡീൻ ഇരിക്കുന്ന സർവകലാശാലയിൽ ജാതി വിവേചനത്തിന്റെ വാർത്ത നമ്മുടെ മൂക്കിന് താഴെ കേൾക്കുകയാണ്. ഇപ്പോഴും നിഷ്പക്ഷർ പറയുന്നത് RSS വന്നാൽ എന്താ കുഴപ്പം എന്നാണ്. RSS വന്നാൽ എന്തെങ്കിലും മാറുമെന്നാണ്. മാറുവാണ്. നമ്മുടെ സർവകലാശാലയെ മാറ്റാൻ ശ്രമിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ നശിപ്പിക്കുകയാണ്. വർഗീയ അജണ്ട നടപ്പിലാക്കുകയാണ്. ഈ സെനറ്റ് യോഗത്തിന് ശേഷം ഇറങ്ങി വന്ന 2 BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞത് തങ്ങൾ ഈ വിജയകുമാരിയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ വാദങ്ങൾ അല്പം മുമ്പ് മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിൽ ദളിത് സ്ത്രീകളാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നൊക്കെ ഈ പരാമർശത്തോടെ SFIയുടെ പ്രതികരണം. ഇത് ഉത്തരേന്ത്യയിൽ ആരും നടത്തിയിരുന്നെങ്കിൽ ആ ഉത്തരേന്ത്യയിൽ അവർക്ക് സ്വാഭാവികമായി ആ പ്രതികരണം നടത്തി വീട്ടിലേക്ക് AC കാർ കയറി സുഖമായി പോകുമായിരുന്നു. കേരളത്തിലായതുകൊണ്ടും കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന SFI കേരളത്തിലുള്ളതുകൊണ്ടും ചുട്ട മറുപടി നിങ്ങളുടെ മുന്നിൽ വെച്ചാണല്ലോ കൊടുത്തത്. എന്താ SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്? ജാതിയും മതവും വൃത്തികെട്ട നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പറഞ്ഞാൽ കാലേ വാരി കുറ്റിക്കടിക്കുന്നതാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അത് സംഘടനാ നിലപാട് തന്നെയാണ്. ഞാൻ നിങ്ങളോട് പരസ്യം പറയാം, സംഘടനാ നിലപാടാണ്. ക്യാമ്പസിൽ വന്ന് ജാതി പറയേണ്ടവരല്ല സിൻഡിക്കേറ്റ് മെമ്പർമാർ. വിദ്യാർത്ഥികളുടെയും മനുഷ്യരുടെയും ജാതി നോക്കാൻ ഇവിടെ ഒരു BJP-കാരനെയും RSSകാരനെയും കേരളത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കേരളത്തിൽ ചുമതലപ്പെടുത്താത്ത പണി RSSകാരൻ ചെയ്യുകയും വേണ്ട. അങ്ങനെ ചെയ്താൽ എന്താണ് അതിൻ്റെ അനന്തരഫലമെന്നതിൻ്റെ സൂചനയാണ് ഇന്ന് സർവകലാശാലയിൽ കൊടുത്തത്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവർ കൈയും കെട്ടിപ്പോയിരുന്നു. ഇന്ന് ആ മറുപടി, ആ വാക്ക് പറഞ്ഞു തീരുമ്പോൾ തന്നെ അവിടെ പ്രതികരിക്കാൻ SFIക്കാരുണ്ടായിരുന്നല്ലോ. ഇതാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ. ഞങ്ങൾ SFIക്കാർ കേരളത്തിൻ്റെ പ്രതീക്ഷയാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയാണ്. അങ്ങനെ പ്രതികരിക്കാൻ, ചുട്ട മറുപടി കൊടുക്കാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്കാർ ഉള്ള കാലത്തോളം ഇവരുടെ ഒരു സംഘപരിവാർ അജണ്ടയും ഒരു ക്യാമ്പസിലും ഒരു സർവകലാശാല നടത്താൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നു. UDF സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി നിരന്തരം ഭരണസ്തംഭനം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതേസമയം ജാതി അധിക്ഷേപം പോലുള്ള പരാതികൾ അന്വേഷിക്കണമെന്നും UDF സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു. അന്വേഷിക്കണം എന്ന് എവിടെ പറഞ്ഞു? ഇതാ ചോദ്യം. മാധ്യമങ്ങളോട് ഏത് മാധ്യമങ്ങളുടെ? നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. സെനറ്റ് യോഗത്തിൽ, ഇന്ന് സെനറ്റ് യോഗം ഉണ്ടായിരുന്നു. സെനറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണല്ലോ ആ ജാഥ. ഞങ്ങളെ അങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ജാഥ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കൂടെ വന്നത് UDF-കാരാണ്. നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. സെനറ്റ് യോഗത്തിൽ ഒരക്ഷരം ഇത് ചെയ്തത് ശരിയല്ല, ഇതൊന്ന് പരിശോധിക്കണം, നടപടി എടുക്കണമെന്നും കട്ടിയുള്ള വാക്കൊന്നും പറയണ്ട, വളരെ ലൈറ്റായി ഇവർക്കെതിരെ ഒന്ന് പരിശോധിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണോ ഈ പുറത്തിറങ്ങി ജിമ്മിക്ക് കാണിക്കുന്നത്? മാധ്യമങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാൻ ആരെ കൊണ്ട് പറ്റും? മാധ്യമങ്ങളുടെ മുന്നിൽ സ്വന്തം നില വരാൻ വേണ്ടി അവർ വന്ന് പ്രതികരണം നടത്തി. സെനറ്റ് യോഗത്തിൽ മുണ്ടണ്ടേ? ഞങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ സമാധാനപരമായി ഇരുന്നത്? സെനറ്റ് യോഗം ചേരുന്നതുകൊണ്ടാണ്. സെനറ്റ് യോഗം യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗികമായ ബോഡിയാണ്. SFIയുടെ 6 പ്രതിനിധികൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ 6 പ്രതിനിധികൾ അതിശക്തമായ പ്രതിരോധം ജാതി വിവേചനത്തിനെതിരെ ഉയർത്തി. ആദ്യം അവർ വിഷയം ഉയർത്തി, വിഷയം ചർച്ച ചെയ്യാമെന്നോ പ്രതിഷേധം ഉയർത്തി. അതാണ് ഉണ്ടായത്. ആ പ്രതിഷേധമാണ് സെനറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവാത്ത VC-ക്കെതിരായിട്ടാണ് തുടർച്ചയായി പുറത്തേക്ക് സമരത്തിലേക്ക് തുടരും. അതിശക്തമായി തുടരും. പ്രതികരണം ഉണ്ടായാലേ RSSനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയൂ. പ്രത്യയശാസ്ത്രപരമായ ഫൈറ്റാണ് RSSുമായി നടത്തുന്നത്. RSSന്റെ ആശയത്തെ ആശയപരമായും രാഷ്ട്രീയമായും നേരിടണം. ഇത് രണ്ടുമില്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ, രാജ്യത്തെ കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് RSSനെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് ഉള്ളിടത്ത് RSSന് കഴിയാത്തത്. പ്രത്യയശാസ്ത്രപരമായിട്ടാണ് RSS നേരിടുന്നത്. RSS ഉയർത്തുന്ന രാഷ്ട്രീയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്തും അവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതികരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് അഭിമാന പുരസ്സരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് തന്നെയാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പറയുന്നത്. പ്രത്യയശാസ്ത്രപരമായ സമരമാണുള്ളത്. ജാതി അധിക്ഷേപം പോലുള്ള ഗുരുതരമായ പരാതിയാണ് ഡീനെതിരെ ഉള്ളത്. അതിനെതിരെ SFIയുടെ പ്രതിഷേധം കേരള സർവകലാശാലക്കും പുറത്തും തുടരും തന്നെയാണ് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് മീഡിയ വണ്ണോട് പറഞ്ഞത്. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലക്കൊപ്പം സുഫാൻ VP, മീഡിയ വൺ, തിരുവനന്തപുരം.